إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ولولا فضل الله عليك ورحمته لهمت طائفة منهم أن يضلوك وما يضلون إلا أنفسهم وما يضرونك من شيء وأنزل الله عليك الكتاب والحكمة وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما. ഏറെ സ്നേഹനിധികളായ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ സകലമാന മേഖലകളിലും പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ടുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുവാൻ പരിശ്രമിക്കണം, കഠിനാധ്വാനം ചെയ്യണമെന്ന് വളരെ ഗൗരവത്തോടുകൂടി എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവെ, സൂക്ഷിച്ച് ജീവിക്കാൻ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടില് പൊതു പ്രോഗ്രാമുകൾ ധാരാളം നടക്കാറുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പൊതുസമ്മേളനങ്ങൾ, ഘോഷയാത്രകൾ, മതസംഘടനകളുടെ ഘോഷയാത്രകൾ, ആഘോഷങ്ങൾ, ഇതൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് കണ്ണോടിച്ചാൽ അവിടെ ധാരാളം കൊടിതോരണങ്ങൾ, അലങ്കാരങ്ങൾ. ഏത് പ്രസ്ഥാനമാണോ ആ പ്രോഗ്രാം ആസൂത്രണം ചെയ്യുന്നത് അവരുടെ നേതാക്കന്മാരുടെ, മുൻകാല നേതാക്കന്മാരുടെ, ദേശീയ പ്രസ്ഥാനത്തിന്റെ മുൻ പ്രധാനമന്ത്രിമാരുടെ, രക്തസാക്ഷികളുടെ ഒക്കെ ഫോട്ടോ, അവർക്ക് എന്താണോ സമൂഹത്തോട് പറയുവാനുള്ളത്, ആ പറയാൻ ഉദ്ദേശിച്ചതിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രസ്താവനകള്, മുദ്രാവാക്യങ്ങള്, ഇതൊക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു മുസ്ലിം സംഘടന ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അവിടെ സമൂഹത്തിന് നൽകുവാനുള്ള സന്ദേശമായി എന്തായിരിക്കണം ഒരു ഫ്ലെക്സിലൂടെ, ഒരു ബോർഡിലൂടെ, ബാനറിലൂടെ, പോസ്റ്ററിലൂടെ സമൂഹത്തിന്റെ മുൻപിൽ പ്രദർശിപ്പിക്കേണ്ടത്? കഴിഞ്ഞ മാസം റബീഉൽ അവ്വൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു വലിയ ഭൂരിപക്ഷ വിഭാഗം മുസ്ലിം ഉമ്മത്തിലുണ്ട്. ഇസ്ലാമിക വിരുദ്ധമാണ്, ബിദ്അത്താണ്, പുത്തനാചാരമാണ്, നരക ശിക്ഷയ്ക്ക് കാരണമായി തീരുന്ന പ്രവർത്തനം. ഉത്തർപ്രദേശിൽ നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോയി വെക്കണല്ലോ. നബീന്റെ ഫോട്ടോ കിട്ടാനില്ല. അബൂബക്കർ അള്ളാഹിന്റെ, ഉമർ അള്ളാഹിന്റെ, ബദർ ശുഹദാക്കളുടെയും ആരുടെയും അയിമ്മത്തുൽ അർബ, ഇമാം അബു ഹനീഫ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇവരുടെ ഒന്നും
ഫോട്ടോ ഒന്നും കിട്ടാനില്ല. പിന്നെ നടത്തുന്ന ആൾക്കാർ കൊണ്ടുപോയി വെച്ച ഒരു ബോർഡ്, ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോയി വെക്കണമല്ലോ, അവരുടെ വക വെച്ചത് അതാണ്. അവിടുന്ന് അങ്ങോട്ട് ഒരു ബഹുമത സമൂഹത്തിൽ നിലനിൽക്കേണ്ട സാമൂഹികമായ സ്നേഹത്തിലധിഷ്ഠിതമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ദുഷ്ടമനസ്സുകൾ എവിടെയൊക്കെ അത്തരം ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടാവും മുഴുവൻ നീക്കം ചെയ്യാനുള്ള ആഹ്വാനങ്ങൾ. UP പോലീസ് പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന മറ്റു ചില സംഘടനകളുടെ പോസ്റ്ററുകൾ നീക്കം ചെയ്തുകൊണ്ട് അവിടെ സ്ഥാപിച്ചു എന്നുള്ളത്. പിന്നീട് അതൊരു ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ചു പോയ ഒരു കുഴപ്പമായിക്കൊണ്ട് ഇങ്ങനെ ഒരു സാധനം, ഐ ലവ് മുഹമ്മദ് എന്നുള്ള ഒരു സ്ലോഗൻ, ഒരു പ്രസ്താവന, ഒരു സ്റ്റേറ്റ്മെന്റ്, അത് പരസ്യമായി പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് സാമൂഹിക സാഹചര്യം വഴിമാറിപ്പോയി. ഇവിടെ വിശ്വാസി സമൂഹത്തോട് എനിക്ക് വസൂയത്ത് ചെയ്യാനുള്ളത്, ഉറങ്ങുന്ന സമയമല്ലാത്ത മുഴുവൻ സമയവും നാവുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും സ്വഭാവങ്ങൾ കൊണ്ടും പെരുമാറ്റങ്ങൾ കൊണ്ടും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് സമൂഹത്തിന് ബോധ്യമാകുമാറുള്ള ശക്തമായ പ്രഖ്യാപനവുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതെന്താ ആ വ്യക്തിത്വത്തിന് അത്ര പ്രത്യേകത? അതാണ് എനിക്ക് വളരെ സ്പീഡില് ജനിച്ച് മരിക്കുന്നതിൻ്റെ ഇടയിൽ 63 കൊല്ലമുണ്ടായിരുന്നു. 63 വർഷക്കാലം ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തിന്റെ മുൻപിൽ കാഴ്ചവെച്ച, വരച്ചു കാണിച്ച ഒരു ജീവിത പദ്ധതിയുണ്ട്. അതിന്റെ അനുധാവകരായി, അതിന്റെ പിന്തുടർച്ചക്കാരായി, അതിനെ നെഞ്ചോട് ചേർത്തി വെച്ച് പകർത്തിയെടുത്ത് സമൂഹത്തിന് മാതൃക കാണിക്കുന്നവരായിക്കൊണ്ട് വിശ്വാസി സമൂഹം മാറേണ്ടതുണ്ട്. എന്താ പ്രവാചകന്റെ പ്രത്യേകത? പ്രവാചകന്മാർക്ക് തന്നെ പ്രത്യേകതയുണ്ട്. അത് അല്ലാഹു പറഞ്ഞതാ. സൂറത്ത് ബഖറയുടെ 253 ആയത്തിലൂടെ റസൂലുമാരുടെ കൂട്ടത്തിൽ ചിലർക്ക് ചിലരേക്കാൾ നാം ഫള് നൽകിയിട്ടുണ്ട്, മഹത്വം നൽകിയിട്ടുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. ഐ ലവ് മുഹമ്മദ് എന്നൊരു വാക്ക് ഒരുത്തൻ പറയണമെങ്കിൽ ആ പേരിന് പ്രത്യേകതയുണ്ട്. അത് പ്രത്യേകമാക്കപ്പെട്ടത് തന്നെയാണ്. ചരിത്രത്തിൽ എവിടെയും തുല്യമായി മറ്റൊന്നില്ലാത്ത വിധമുള്ള പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നതാണ് ആ മഹാനുഭാവന്റെ വ്യക്തിത്വം എന്ന തിരിച്ചറിവ് ഈ ഉമ്മത്തിനുണ്ടാവണം. നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന മറ്റുള്ള മതവിഭാഗങ്ങൾക്ക് അത് നമ്മിൽ നിന്നത് ബോധ്യപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു പറയുന്നു, മൻ കല്ലമല്ലാഹ്, ആ പ്രത്യേകമാക്കപ്പെട്ടവരുടെ റസൂലുമാരുടെ കൂട്ടത്തിൽ അല്ലാഹു നേർക്ക് നേരെ സംസാരിച്ച ആളുകളുണ്ട്. വറഫഅ ബഅദഹും ദറജാത്ത്, അവരിൽ ചില ആളുകളുടെ പദവികളെ, ദറജാത്തുകളെ നാം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യരെ പോലെയല്ല അമ്പിയാക്കന്മാർ, അമ്പിയാക്കന്മാരെ പോലെയല്ല റസൂലുമാർ. ആ റസൂലുമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനാണ് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാഇന്റെ 113 ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, വലൗലാ ഫളലുല്ലാഹി ദാലിക വറഹ്മതുഹു, അല്ലാഹുവിന്റെ ഫളല്, അല്ലാഹുവിന്റെ റഹ്മത്ത് താങ്കളുടെ മേലില്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ പറഞ്ഞാൽ ഉണ്ട് എന്ന്. അള്ളാഹിന്റെ പ്രത്യേകമായ ഫളല്, അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത്, അതിന് വിധേയനാക്കപ്പെട്ട പ്രവാചകനാണ് താങ്കൾ. അതെങ്ങാനുമില്ലായിരുന്നുവെങ്കിൽ താങ്കളെ പിഴപ്പിച്ചു കളയാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിലും കുതന്ത്രങ്ങളിലും അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ പിഴപ്പിക്കുന്നത് അവരെ തന്നെയാണ്. പ്രവാചകന്റെ വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ, ആ പ്രവാചകന്റെ അധ്യാപനങ്ങളെ നശിപ്പിക്കാൻ, ആ പ്രവാചകൻ മാതൃക കാണിച്ച മാതൃകകളെ ഇല്ലായ്മ ചെയ്യാൻ, പ്രവാചകനെ എങ്ങനെയൊക്കെ താറുമാറാക്കാനുള്ള പരിശ്രമം ആളുകൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ അവരോട് അതിന്റെ അനന്തരഫലത്തിന്റെ ശിക്ഷ അവർക്ക് തന്നെയാണ്. അവർ അവരോട് തന്നെയാണ് അക്രമം കാണിക്കുന്നത്. താങ്കൾക്കെതിരെ ഒരു ളുറും ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. കാരണം താങ്കളുടെ മേൽ നമ്മുടെ ഫളുണ്ട്, നമ്മുടെ പ്രത്യേകതയും പ്രത്യേകമായ തെരഞ്ഞെടുക്കലും റഹ്മത്തുമുണ്ട്. വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ, താങ്കളുടെ മേൽ കിതാബിനെയും അഡീഷണലായി എക്സ്ട്രാ ഹിക്മത്തിനെയും ഖുർആനിനെയും ഹദീസിനെയും
വേദഗ്രന്ഥത്തെയും തത്വജ്ഞാനത്തെയും വർദ്ധിച്ച അറിവിനെയും താങ്കളുടെ മേൽ നാം ഇറക്കി തന്നിട്ടുണ്ട്. താങ്കൾക്ക് വിവരമില്ലാത്തത് നാം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് താങ്കളുടെ മേൽ അള്ളാഹുവിന്റെ അളീമായ മഹത്വമേറിയ ഫള് തന്നെയാണ്. അതെ, ആ നാമം ഓർത്തെടുക്കേണ്ടതുണ്ട്, ആ നാമം സ്മരിക്കപ്പെടേണ്ടതുണ്ട്, ആ നാമം പ്രഖ്യാപിക്കപ്പെടേണ്ടതുണ്ട്. അത് നാവിന്റെ തുമ്പിലൂടെ, അത് പോസ്റ്ററുകളിലൂടെ, അത് ബാനറുകളിലൂടെ, അത് പ്രസ്താവനകളിലൂടെ, അത് പ്രസംഗങ്ങളിലൂടെ, അത് രേഖകളിലൂടെ, രചനകളിലൂടെ, എഴുത്തുകളിലൂടെ, അതങ്ങനെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കാൻ മാത്രം ഫളിലുള്ള ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിലൂടെ ഒന്നിങ്ങനെ കണ്ണോടിച്ചാൽ സൂറത്തുൽ ബഖറയുടെ 35-ാമത്തെ ആയത്തിൽ കാണാം, യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, ആദമേ നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയുടെ 110-ാമത്തെ ആയത്തിൽ കാണാം, യാ ഈസ ഇബ്നു മറിയം ഉദ്കുർ നിഅമതി, യാ ഈസ, അല്ലയോ ഈസ, ഞാൻ താങ്കൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ താങ്കൾ ഓർക്കണം. സൂറത്ത് ഖസസിലേക്ക് വന്നാൽ അവിടെ കാണാം, യാ മൂസ ഇന്നി അനല്ലാഹ്, അല്ലയോ മൂസ ഞാൻ നിന്റെ അല്ലാഹു, ഞാനാകുന്നു അല്ലാഹു എന്നുള്ളത്. സൂറത്ത് ഹൂദിൽ വന്നാൽ നമുക്ക് കാണാം, യാ നൂഹ് ഇഹ്ബിത് ബിസലാം. ശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പോയാൽ നബിമാരുടെ പേരെടുത്ത് ഇങ്ങനെ വിളിക്കുന്നത് കാണാം. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യാൻ യാ മുഹമ്മദ് എന്ന ഒരു വിളി ഖുർആനിൽ കാണാൻ സാധ്യമല്ല. പേരുകൊണ്ട് പേരെടുത്ത് വിളിക്കുക എന്നുള്ളത് അല്പമര്യാദയുടെ താഴെയാണ്. മറ്റുള്ളവരൊക്കെ വിളിച്ചത് മര്യാദ കെട്ടതാണോ? അല്ല, ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠതയുണ്ട്, അങ്ങനെ വിളിച്ചതാ. പിന്നെ എന്തേ റസൂലുള്ളാഹിയെ വിളിച്ചത്? വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻഫാലിൽ 3 തവണ അല്ലാഹു വിളിച്ചത് യാ അയ്യുഹൻ നബി, അല്ലയോ പ്രവാചകരേ. വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിൽ 2 തവണ അല്ലാഹു വിളിച്ചത് യാ അയ്യുഹർ റസൂൽ, അല്ലയോ റസൂലേ എന്ന്. അള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് അവിടുത്തെ സ്വന്തം ഭർത്താവിനെ വിളിച്ചിരുന്നത് യാ റസൂലല്ലാഹ് എന്നായിരുന്നു. അവിടുത്തെ പ്രിയപ്പെട്ട സഹാബത്ത് റസൂലുള്ളാഹിയെ വിളിച്ചിരുന്നത് യാ മുഹമ്മദ് എന്നായിരുന്നില്ല, മറിച്ച് യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ് എന്നായിരുന്നു. പേരുകൊണ്ട് പേരെടുത്ത് വിളിക്കുക പോലും ചെയ്യാത്ത വിധമുള്ള ഒരു ആദരവും ഒരു ഫളലും ഒരു റഹ്മത്തും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ടെന്ന തിരിച്ചറിവ് എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തെ നമ്മിൽ ഉണ്ടായിരിക്കണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രത്യേകതകളായി ഖസായിസ് എന്ന് പറയും അറബിയിൽ, മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്ത ചില സവിശേഷതകൾ, ചില പ്രത്യേകതകൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രവാചകൻ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഐ ലവ് മുഹമ്മദ് എന്ന് നിരന്തരമായി പറയാൻ സാധിക്കണമെങ്കിൽ ആ ഖസായിസുകളെ തിരിച്ചറിയണം. ആ പ്രവാചകന്റെ പ്രത്യേകതകളെ, സവിശേഷതകളെ മനസ്സിലാക്കുന്നവനെ ജീവിതത്തിലുടനീളം എന്റെ പ്രവാചകനെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് പറയാൻ ഡബിൾ എഞ്ചിൻ, ട്രിപ്പിൾ എഞ്ചിൻ സർക്കാരുകൾ ബുൾഡോസറുകളുമായി കടന്നു വന്നാലും ശരി, ഐ ലവ് മുഹമ്മദ് എന്ന് പ്രഖ്യാപിക്കാനുള്ള ഈമാൻ വിശ്വാസി സമൂഹത്തിനുണ്ടാവണം. എന്താണ് പ്രവാചകന്റെ ഖസായിസുകളായി പഠിപ്പിച്ചത്? ഒട്ടനവധിയാണ്. ഏതാനും ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, മുഴുവൻ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുമായി അള്ളാഹു ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ട്. എന്താ കരാറ്? സൂറത്ത് ആലി ഇമ്രാനിന്റെ 81-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദ അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വ ഹിക്മ. മുൻകഴിഞ്ഞു പോലെ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിൽ നിന്ന് അല്ലാഹു ഒരു കരാർ സ്വീകരിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം അല്ലാഹു കിതാബും ഹിക്മത്തും നൽകിയിട്ടുണ്ട്. കിതാബ് നൽകി മൂസാ നബിക്ക്, ഇബ്രാഹിം നബിക്ക് സുഹുഫി ഇബ്രാഹിം വ മൂസ, മൂസാക്ക് ഇബ്രാഹിമിന് സുഹുഫ് കൊടുത്തു, മൂസാക്ക് സുഹുഫ് കൊടുത്തു, മൂസാ നബിക്ക് ഫുർഖാൻ കൊടുത്തു, മൂസാ നബിക്ക് തൗറാത്ത് കൊടുത്തു. ഖുർആൻ പറയുന്ന പ്രയോഗം, സുമ്മ ജാഅകും റസൂലുൻ, പിന്നീട് നിങ്ങളിലേക്ക് ഒരു റസൂൽ വരാനുണ്ട്, മുസദ്ദിഖുൻ ലിമാ മഅകും, നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? തൗറാത്തുണ്ട്, ഇഞ്ചീലുണ്ട്, മറ്റു സബൂർ പോലെയുള്ള ഏടുകളും മറ്റു രേഖകളും ഒക്കെയുണ്ട്, ഹിക്മത്തുണ്ട്.
വേദഗ്രന്ഥം കൂടാതെ നൽകുന്ന അധികമായ ഹദീസ് പോലെയുള്ള വിജ്ഞാനങ്ങൾ, അവയിലെ അസുലിനെ, അവയിലെ അടിസ്ഥാനങ്ങളെ സത്യപ്പെടുത്തുന്ന ഒരു പ്രവാചകൻ വരും. അങ്ങനെ വന്നാൽ മുൻകാല പ്രവാചകന്മാരോട് എല്ലാവരോടും അള്ളാഹ് കരാറ് നടത്തിയിട്ടുണ്ട്. ഈ നബി വന്നാൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നബിയിൽ വിശ്വസിക്കണമെന്ന്. ഈസാ നബിന്റെ ബാധ്യതയാണ്. ഈ ഈസാ നബി ആകാശത്ത് നിന്ന് അന്ത്യനാളിന്റെ അടയാളമായി കൊണ്ട് ഇറങ്ങി വരുമ്പോ ഈസാ നബി ഇഞ്ചീൽ അനുസരിച്ചു കൊണ്ടല്ല വിധി നടത്തുക, മറിച്ച് ഖുർആൻ അനുസരിച്ചു കൊണ്ടാ. മുഹമ്മദ് നബിയുടെ സ്വഹാബിയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇപ്പോഴാ സ്വഹാബിയാവണമെങ്കിൽ ഒന്ന് മുസ്ലിമായി മരിക്കണം, രണ്ട് നബിയെ കാണുന്ന. ഈ മിഅ്റാജിന്റെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി ആകാശത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. മുസ്ലിമായി കൊണ്ടാണ് മരണം. പ്രവാചകന്റെ ഈ മുഹമ്മദ് നബിയിൽ കൂടി വിശ്വസിക്കേണ്ട ബാധ്യതയുള്ള പ്രവാചകനാണ് ഈസാ നബി. എല്ലാ നബിമാരോടും അള്ളാഹ് നടത്തിയ ഒരു കരാറാണത്. നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം പോരാ, വലതൻസുറന്നഹു, നിങ്ങൾ ആ പ്രവാചകനെ സഹായിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഖാല അഖറർതും വഅഖദതും, നിങ്ങൾ ഞാൻ നൽകിയ കരാർ നിങ്ങൾ സ്വീകരിച്ചോ? നിങ്ങൾ അതിനെ പിന്തുണച്ചിട്ടുണ്ടോ? നിങ്ങൾ അത് ഉൾക്കൊള്ളുന്നുണ്ടോ ആ കരാറിനെ? അലാ ദാലികും ഇസ്രി, എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ നടത്തിയ ഈ കരാറ്, വരാനിരിക്കുന്ന പ്രവാചകനിൽ നിങ്ങൾ വിശ്വസിക്കണം, സഹായിക്കണം എന്ന കരാർ. ഖാലു അഖറർനാ, ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ ഒന്നടങ്കം അവരോട് കരാർ നടത്തുമ്പോ അള്ളാഹുവിനോടുള്ള മറുപടിയാണ് അഖറർനാ, ഞങ്ങൾ അംഗീകരിക്കുന്നു. ഖാല, ആ സമയത്ത് അള്ളാഹു പറയുന്നു ഫശ്ഹദൂ, അതുകൊണ്ട് നിങ്ങൾ സാക്ഷികളാവും, ഈ കരാറിന് നിങ്ങൾ സാക്ഷികളാണ്. വഅന മഅകും മിനശ് ഷാഹിദീൻ, നിങ്ങൾ ഇപ്പൊ നടത്തിയ ഈ കരാറിന് ഞാനും സാക്ഷിയാണ് എന്ന് അള്ളാഹു തന്റെ സ്വന്തം സാക്ഷിത്വത്തെ പ്രഖ്യാപിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിലൂടെ പ്രവാചകന്മാരെല്ലാവരും ഉൾക്കൊള്ളേണ്ട, വിശ്വസിക്കേണ്ട, സഹായിക്കാൻ ബാധ്യതപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത്. ആ പ്രവാചകൻ ഒരു വിളി നടത്തിയാൽ, ഒന്ന് വിളിച്ചാൽ ആ വിളിക്കുത്തരം നൽകണം, എതിരായി ചിന്തിക്കാൻ അനങ്ങാൻ പാടില്ല എന്നുള്ളത്. അങ്ങനത്തെ ഒരു മനുഷ്യനും ഭൂമിയിൽ വേറെയില്ല. സൂറത്ത് നൂറിൽ അല്ലാഹ് പറയുന്നു, ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅലികും ബഅളാ, പ്രവാചകന്റെ വിളി നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് പോലെ ആയി മാറാം. പ്രവാചകൻ ഒരാളെ വിളിച്ച് അയാൾ നിസ്കരിക്കുക, ആ നിസ്കാരത്തിന് കൈയടിക്കണം എന്നാണ് നിയമം. നമസ്കരിച്ചു കൊണ്ടിരിക്കെ പ്രവാചകൻ പുറത്തുനിന്ന് സലാം പറഞ്ഞ് വിളിച്ചാൽ ആ നമസ്കാരം അവസാനിപ്പിച്ച് പ്രവാചകന്റെ വിളിക്ക് ഉത്തരം നൽകണമെന്ന്. നിങ്ങൾ മറ്റുള്ള ആളുകളെ പേരെടുത്ത് വിളിക്കുന്നത് പോലെ പ്രവാചകനെ അങ്ങോട്ട് പേരെടുത്തുകൊണ്ട് അഭിസംബോധന ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അത്രമാത്രമുള്ള ഫദ്ലിന് വിധേയനാക്കപ്പെട്ട വ്യക്തിത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ പ്രവാചകത്വം എന്ന് പറയുന്ന, നുബുവത്ത് എന്ന് പറയുന്ന സംവിധാനത്തിന് അന്ത്യം കുറിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു എന്നുള്ളത്. അപ്പൊ അതിനു മുമ്പുള്ള നബിമാരോ അവരൊക്കെ ലിമിറ്റഡ് ഭൂപ്രദേശത്തേക്ക്, ഒരു കുറഞ്ഞ കാലയളവിലേക്ക്, ഒരു കുറഞ്ഞ കുടുംബത്തിലേക്ക്, തറവാടുകളിലേക്ക്, നാടുകളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് പരിമിതപ്പെട്ട ആളുകളായിരുന്നു മുൻകാല പ്രവാചകന്മാരെല്ലാവരും. ഈസാ നബി അയച്ചത് എവിടേക്കാ? ബനൂ ഇസ്രായേലിലേക്ക്. സൂറത്ത് സഫിൽ അല്ലാഹ് പറയുന്നുണ്ട്, ബനൂ ഇസ്രായേലിലേക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ചു. പുറത്തുപോയി അന്യനാട്ടിൽ പോയിട്ട് ദഅവത്ത് നടത്തേണ്ട ഉത്തരവാദിത്തം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ ഇല്ലായിരുന്നുവെന്നാണ്. എന്നാൽ റസൂലുള്ളാഹിയുടെ അവസ്ഥ എന്താണ്? അന്തിമ പ്രവാചകൻ, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും, മുഹമ്മദ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരുടെയും ഉപ്പയല്ല എന്നുള്ളതാണ്. അഥവാ ആ ആയത്ത് ഇറങ്ങുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദത്തുപുത്രനായിരുന്ന സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു തലാഖ് നടത്തിയ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹയെ തന്റെ അമ്മായി, വാപ്പയുടെ സഹോദരി ഉമൈമ റളിയല്ലാഹു തആല അൻഹയുടെ മകളെ കല്യാണം കഴിച്ചു. നാട്ടിൽ ഭയങ്കര കുഴപ്പം. ദത്തുപുത്രനെ പുത്രനായി കണക്കാക്കുന്ന ഒരു കാലം, സെയ്ദ് ബിൻ ഹാരിസ്, സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് അറിയപ്പെട്ടിരുന്ന കാലം.
സെയ്ദ് എന്റെ മകനാണ്, ഞാൻ സെയ്ദിന് അനന്തരമെടുക്കും, സെയ്ദ് എന്നെ അനന്തരമെടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച കാലഘട്ടം. അവിടെയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു സൈനബ് റളിയല്ലാഹു തആല അൻഹയെ ത്വലാഖ് നടത്തുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ കൽപ്പന, സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹു നിക്കാഹ് കഴിച്ചു. സവ്വജ്നാകഹാ എന്ന സൂറത്ത് അഹ്സാബിൽ അല്ലാഹു പറഞ്ഞത് അവിടെ വലിയുണ്ടായിരുന്നില്ല, അവിടെ മഹർ ഉണ്ടായിരുന്നില്ല. മഹറും വലിയുമില്ലാതെ വാനലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹയെ നിക്കാഹ് കഴിച്ചു കൊടുത്തത്. അപ്പൊ ആളുകളൊക്കെ കൂടി പറഞ്ഞു, മകന്റെ ഭാര്യയെ, മകൻ ത്വലാഖ് ചൊല്ലിയ ഭാര്യയെ വിവാഹം കഴിച്ച് മുഹമ്മദ് വലിയ കുഴപ്പം ചെയ്തിട്ടുണ്ട്. അതിന് മറുപടി പറഞ്ഞതാ ഖുർആൻ, വമാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും, നിങ്ങളിൽ നിന്ന് ഒരു പുരുഷന്റെയും പിതാവല്ല മുഹമ്മദ്, വലാകിർ റസൂലുള്ളാഹ്, മറിച്ച് ആരാണ് മുഹമ്മദ്? റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ദൂതനാണ്. വഖാതമൻ നബിയീൻ, പ്രവാചകന്മാരിൽ അന്തിമനാണ്. ഇനി ഒരു നബി തനിക്ക് ശേഷം വരാനില്ലാത്ത വിധം ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യ സമൂഹത്തിനും മാർഗദർശകനായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകൻ. എന്നാണ് അതിന്റെ നേട്ടം. അന്ത്യനാളിൽ റസൂലുള്ളാഹി വരുമ്പോ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ മീസാനിലേക്കാണ് ഏറ്റവും കൂടുതൽ അമലുകൾ കടന്നു ചെല്ലുക. നബി നിസ്കാരം പഠിപ്പിച്ചു, നമ്മളൊക്കെ നിസ്കരിക്കുക. ആ നിസ്കാരം പഠിപ്പിച്ച ഉസ്താദിന് ഒരു ഓഹരി കിട്ടും, ആ ഉസ്താദിനെ പഠിപ്പിച്ച ഉസ്താദിന് വേറൊരു ഓഹരി കിട്ടും. ഈ ഓഹരിയുടെ എല്ലാം കൂടി ഒരു വിഹിതം അള്ളാഹിന്റെ റസൂലിന്റെ അക്കൗണ്ടിലേക്ക്. അതുകൊണ്ടാണ് മഖാമൻ മഹ്മൂദ് എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട്. നാളെ മരണാനന്തര ജീവിതത്തിൽ പരലോകത്ത് സ്വർഗങ്ങളിലെ ഏറ്റവും ഉന്നതമായ പൊസിഷൻ, മറ്റു പ്രവാചകന്മാർക്കൊന്നുമില്ലാത്ത വിധം സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ആ ഒരു ദറജ, ആ ഒരു പദവി മുഹമ്മദ് നബിക്കായിരിക്കും. അത് കിട്ടാനുള്ള കാരണം ഖിയാമത്ത് നാൾ വരെ ഏറ്റവും കൂടുതൽ വരുന്ന ജനവിഭാഗം അമൽ ചെയ്തതിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ഒരു വിഹിതം ആ പ്രവാചകന് ലഭ്യമാകുന്നു എന്നുള്ളതാണ് പ്രവാചകൻ തന്റെ ഖസായിസായി പഠിപ്പിച്ചത്. ആദം സന്തതികളുടെ ലീഡർ, അത് ആദം നബിക്ക് ശേഷം നോഹ് നബി ഉണ്ടായിട്ടുണ്ട്, ഇബ്രാഹിം നബി ഉണ്ടായിട്ടുണ്ട്, മൂസാ നബിന്റെ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ചരിത്രം പരാമർശിച്ച മൂസാ നബിന്റെ. പക്ഷേ നേതാവ് ഞാനാണ് എന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമ, യൗമുൽ ഖിയാമയിൽ ആദം സന്തതികളുടെ സയ്യിദ് ഞാനായിരിക്കും. വ അവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബർ, ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ ഖബർ പിളർന്ന് ആദ്യം പുറത്തേക്ക് വരുന്നത് ഞാനായിരിക്കും. ഞാനാണ് ഏറ്റവും ആദ്യം റബ്ബിനോട് ശുപാർശ നടത്തുക. മറ്റുള്ള നബിമാരുടെ അടുത്തേക്കൊക്കെ പോകും ആളുകള്, ഒന്ന് ശുപാർശ നടത്തോ എന്ന് പറഞ്ഞ്. പക്ഷെ അവരെല്ലാവരും പിൻവാങ്ങും. ആ ജനങ്ങൾക്ക് വേണ്ടി, ശഫാഅത്തുൽ കുബ്രയ്ക്ക് വേണ്ടി തലക്ക് മുകളിൽ ഒരു ചാണുയരത്തിൽ സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുമ്പോ ഞെരിയാണി വരെ, മുട്ടുവരെ, അരവരെ, കഴുത്ത് വരെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ആ ഖിയാമത്തിന്റെ ഭയാനകതയിൽ, ഭീതിജനകമായ സാഹചര്യത്തിൽ റബ്ബേ വിചാരണ ഒന്ന് ആരംഭിക്കണമേ എന്ന് റബ്ബിനോട് ശുപാർശ നടത്തുക. ഞാനായിരിക്കും എന്റെ ശുപാർശയായിരിക്കും ആദ്യം സ്വീകരിക്കപ്പെടുക എന്ന് അള്ളാഹിന്റെ റസൂലിന്റെ ഫളല എണ്ണിയാൽ ഒടുങ്ങൂല. ആ പ്രവാചകന്റെ ഖസായിസുകളും ആ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതകളും അത് ആർക്ക് ബോധ്യപ്പെട്ടോ അവനെ തന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നു എന്ന് പറയാനും തന്റെ ജീവിതം ആ പ്രവാചക ജീവിതം പോലെയാക്കി മാറ്റാൻ പരിശ്രമിക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് തിരിച്ചറിവുണ്ടാവണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരൊറ്റ ഹദീസിലൂടെ, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉഅതീതു ഖംസൻ, 5 കാര്യങ്ങൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ലം യുഅതഹുന്ന അഹദുൻ ഖബ്ലി, എനിക്ക് മുമ്പ് അതാർക്കും നൽകപ്പെട്ടിട്ടില്ല. 1 നുസിർതു ബിർറുഅബി മസീറത ശഹർ, ഒരു മാസത്തെ വഴിദൂരം ശത്രു ഭയപ്പെടുമെന്ന്. നബി ഇവിടുന്ന് പുറപ്പെട്ടാൽ ഒരു മാസം വഴി യാത്ര ചെയ്ത് എത്തേണ്ട സ്ഥലം എന്തോ അവിടെയുള്ള ശത്രുവിന്റെ കാൽമുട്ടുകൾ കൂട്ടിമുട്ടി വിറച്ചു പോകും എന്നുള്ളതാണ്. ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം, ഭയപ്പെട്ടിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്.
മറ്റു നബിമാർക്കാർക്കും മനുഷ്യ ചരിത്രത്തിൽ ആർക്കും എത്രയെത്ര ചക്രവർത്തിമാരെ, എത്രയെത്ര ഭരണാധികാരികളെ ആരൊക്കെ എവിടെയൊക്കെ പേടിച്ചിട്ടുണ്ട്. ആ പേടികളുടെയൊക്കെ അപ്പുറത്തേക്കുള്ള ഭയം ശത്രുവിൽ ഇട്ടുകൊടുക്കുമാറ് ഈ വ്യക്തിത്വത്തിന് പ്രഭാവമുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി ആ ഹദീസ് തുടരുകയാണ്, വജുഇലതി ലീ അൽ അർള്, ഭൂമിയെ എനിക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് മസ്ജിദൻ വതഹൂറാ, ഭൂമി മൊത്തം അത് ശുദ്ധിയുള്ളതും തഹൂറും, അത് പള്ളിയും നമസ്കരിക്കാൻ പറ്റുന്ന ഇടവുമാക്കി മാറ്റിയത്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ സമയം എവിടെ വെച്ചാണോ ആയത് അവിടെ വെച്ച് നിങ്ങൾ നിസ്കരിക്കണം. പെരേക്കെത്തട്ടെ, ട്രെയിനിലാണ്, ബസ്സിലാണ്, കാട്ടിലാണ്, കടപ്പുറത്താണ്, ഇങ്ങനത്തെ ഒരു ബേജാറ് വേണ്ട. നിസ്കാരത്തിന്റെ പ്രാധാന്യവും അതിന്റെ ഗൗരവവും അതിന്റെ സമയത്തിന്റെ പ്രാധാന്യത്തെയാണ് ഹദീസിലൂടെ സൂചിപ്പിക്കുന്നത്. മുൻപുണ്ടായിരുന്ന നബിമാരോ അവരുടെ സഹാബത്തിന് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകേണ്ടിയിരുന്നു, പള്ളിയിൽ മാത്രമേ നിസ്കരിക്കാൻ പാടുണ്ടായിരുന്നു. അതിന് മാറ്റം വരുത്തി ഇളവ് നൽകി ഭൂമിയുടെ മുഴുവൻ പ്രതലവും നമസ്കാര യോഗ്യമാക്കി കൊടുത്തത് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ശരീഅത്തിലാ. മുൻപാർക്കും നൽകപ്പെടാത്ത എന്റെ പ്രത്യേകതയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി അത് പരിചയപ്പെടുത്തുന്നത്. എനിക്ക് ഗനീമത്ത് സ്വത്തുക്കൾ എനിക്ക് കീഴൊതുക്കി തന്നിരിക്കുന്നു, ഹലാലാക്കി തന്നിരിക്കുന്നു. വലം യഹില്ല ലി അഹദിൻ ഖബ്ലി, അതിന് മുൻപുണ്ടായിരുന്ന നബിമാർക്ക് യുദ്ധം ചെയ്താൽ ശത്രുക്കൾ വിട്ടേച്ചു പോകുന്ന സ്വത്ത് അത് കത്തിച്ചു കളഞ്ഞിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്ന് പ്രവാചകന്റെ ശരീഅത്തിന്റെ ഭാഗമായിക്കൊണ്ട് അതിന്റെ 1/5 ഭാഗം പ്രവാചകനുള്ളതാണ്. അത് ദീനിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ബാക്കി ആരാണോ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിച്ചത് ആ ആളുകൾക്ക് അനുഭവിക്കാനുള്ള ഗനീമത്ത് അനുവദിക്കപ്പെട്ടത് എന്റെ പ്രത്യേകതയാ, മുമ്പാർക്കും അത് നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളതാ. ഷഫാഅത്തിന്റെ അവകാശം അത് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, എനിക്ക് അനുവദിച്ചു നൽകിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് റസൂലുള്ളാഹി പറയുന്നത്, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുബഅസു ഇലാ ഖൗമിഹി ഖാസ്സ വബുഇസ്തു ഇലാ നാസി ആമ്മ, അന്ത്യനാൾ വരേക്ക് ഈ ശരീഅത്ത് ബാധകമാണ്, മുഴുവൻ ജനങ്ങൾക്കുമുള്ള പ്രവാചകനാണ് ഞാൻ എന്ന് റസൂലുള്ളാഹി ഒരൊറ്റ ഹദീസിലൂടെ ആ പ്രവാചകന്റെ 5 പ്രത്യേകതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. മനുഷ്യർക്ക് മാത്രമല്ല, ജിന്ന് വിഭാഗത്തിനു കൂടി മുഹമ്മദ് റസൂലാണ്, നബിയാണ്. മനുഷ്യർക്കിടയിൽ മനുഷ്യനെ പോലെ അള്ളാന്റെ മറ്റൊരു സൃഷ്ടി ജിന്നുകൾ, അവർ നമ്മെ കാണുന്നു, നമ്മൾ അവരെ കാണുന്നില്ല. പള്ളിയിലുണ്ടവർ, നമ്മുടെ വീടുകളിലുണ്ടവർ, നമ്മുടെ തൊഴിലിടങ്ങളിലുണ്ടവർ, മനുഷ്യർക്കിടയിലൂടെ ജീവിക്കുന്ന മറ്റൊരു വിഭാഗമാണ്. സൂറത്ത് ജിന്നിന്റെ അവതരണ കാരണത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആ ജിന്ന് വിഭാഗത്തിൽ അവർക്ക് മാർഗദർശനം അത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തുൽ ജിന്ന് അല്ലാഹു ആരംഭിക്കുന്നത് ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കണം, ഓഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന് ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ. പറഞ്ഞു കൊടുക്കണം ആളുകളോട്, എനിക്ക് വഹ്യ് കിട്ടിയിട്ടുണ്ട്. എന്താ വഹ്യ്? ഈ ഞാൻ സഹാബികൾക്ക് ഓതി കൊടുക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, ഈ ഖുർആൻ ആ സദസ്സിലിരുന്ന് ആ ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ അവരത് കേൾക്കുന്നുണ്ട് എന്ന്. അത് കേട്ട ആളുകൾ ജിന്നുകൾക്കിടയിൽ പോയിക്കൊണ്ട് അത് ഓതിക്കൊടുക്കുകയും അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. പ്രവാചകനിൽ നിന്ന് നേർക്ക് നേരെ വിശ്വാസികളുടെ സദസ്സിലിരുന്നു കൊണ്ട് മാത്രമല്ല, ജിന്നുകളുടെ കൂട്ടത്തിലേക്ക് പ്രവാചകൻ പോവുകയും അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തത് സ്വഹീഹായ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അത് പ്രവാചകന്റെ പ്രത്യേകതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വന്നാലേ സൊഫ് ഇങ്ങനെ ക്രമീകരിക്കുക എന്നത് അത് മുഹമ്മദ് നബിയുടെ ഖസായിസിൽപ്പെട്ട. മുൻപുള്ള പ്രവാചകന്മാരുടെ അനുയായികൾ ജൂതന്മാർ അവരുടെ പള്ളിയിൽ പോയാൽ ഇതുപോലെ അല്പം ഉയർന്ന സ്ഥാനത്ത് നിന്ന് മതപ്രഭാഷണമോ പ്രാർത്ഥനകളോ തസ്ബീഹൊക്കെ നടത്തും. കുറച്ചാളുകൾ ഇങ്ങനെ കൂട്ടമായി ഇങ്ങനെ റൗണ്ട് സംഘങ്ങളായി കൂട്ടം കൂടി നിൽക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പള്ളിയിലേക്ക് കടന്നു വന്നു. ആ കടന്നു വന്ന സമയത്ത് പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾക്ക് മലക്കുകളെ പോലെ ആയിക്കൂടെ എന്ന്. ആ സമയത്ത് സഹാബി വിളിച്ചു, എങ്ങനെയാണ് മലക്കുകൾ?
അപ്പൊ റസൂൽ അവർക്ക് പറഞ്ഞു കൊടുത്തു, വജാ റബ്ബുക വൽ മലക്കു സഫൻ സഫാ. മലക്കുകൾ ഇങ്ങനെ അണിയായിട്ട് പള്ളിയിലേക്ക് കടന്നു വന്നാൽ ഒന്നാമത്തെ സഫ് ടൈറ്റ് ചെയ്ത് പൂർത്തീകരിക്കുക എന്നത് അത് മലക്കുകളുടെ രീതിയിൽപ്പെട്ടതാണ്. അത് എനിക്ക് ഖസായിസാക്കപ്പെട്ടതാണ് എന്ന്. മുൻകാല നബിമാരുടെ മത ആരാധനാലയങ്ങളിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അങ്ങനെ ആയി മാറാൻ നമ്മൾ പാടുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിലൂടെ പ്രവാചകൻ ഈ ആശയത്തെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൻ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യത്തിന്റെ ദൂതനായി നിയോഗിതനാണ് പ്രവാചകൻ. ആ പ്രവാചകന്റെ വ്യക്തിത്വത്തെ കുറിച്ച് തീവ്രവാദ ആരോപണം, സ്ത്രീലമ്പടൻ എന്ന് പറയുന്ന ആരോപണം, പലതരത്തിലുള്ള ആ പ്രവാചക ജീവിതത്തിന്റെ പുറത്തുകൂടി ഒന്ന് വായിക്കുക പോലും ചെയ്യാത്ത ആളുകൾ, പ്രവാചക ജീവിതത്തെ കൃത്യമായി അപഗ്രഥിക്കാത്ത ആളുകൾ പലതരത്തിലുള്ള ദുരാരോപണങ്ങളും ആ വ്യക്തിത്വത്തിന് നേരെ ഉയർത്തിവിടുന്നുണ്ട്. പക്ഷേ പ്രവാചക ജീവിതത്തെ നേർക്ക് നേരെ പച്ചയായ മുൻധാരണകളൊന്നുമില്ലാതെ ഒരു വായന നടത്തിയാൽ ആ പ്രവാചകൻ മനുഷ്യരോട്, ആ പ്രവാചകൻ തന്റെ ഭാര്യമാരോട്, മക്കളോട്, പേരക്കുട്ടികളോട്, യുദ്ധത്തിന് വേണ്ടി അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നവനോട്, ആ യുദ്ധത്തിൽ നിന്ന് പിടിക്കപ്പെടുന്ന ബന്ദികളോട്, തന്നെ കാണാൻ വരുന്ന ഇതര മതപണ്ഡിതന്മാരോട്, അടിമകളോട്, വേലക്കാരോട്, സമൂഹത്തിൽ താൻ ഇടപെടുന്ന സർവമാന മേഖലകളിൽ പെട്ട ആളുകളോടും ആ പ്രവാചകൻ അനുവർത്തിച്ചിരുന്ന രീതി അത് കാരുണ്യത്തിൽ അധിഷ്ഠിതമായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ മനസ്സ് വിഷമിപ്പിച്ചത് രണ്ട് സന്ദർഭങ്ങളിൽ. ഒന്ന്, മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന്റെ മുൻപ് തായിഫിലേക്ക് പ്രവാചകൻ ഒരു ഹിജ്റ പോയി. തന്റെ വാപ്പ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ദഅവത്ത് നടത്താൻ ഒരു സഹായം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പോയത്. ഹബീബ്, മൻസൂർ തുടങ്ങുന്ന 2-3 അവിടെ ഉണ്ടായിരുന്ന ചില കവികളുണ്ട്. അവർക്കൊരു വിവരം ഉണ്ടായിരുന്നു ഒരു നബി വരാനുണ്ട്. അപ്പൊ സമൂഹത്തിൽ അറിയപ്പെടുന്ന കവികളായ ഞങ്ങളായിരിക്കും, ഞങ്ങളിൽ നിന്ന് കൂട്ടത്തുന്ന ആരെങ്കിലൊക്കെ ആയിരിക്കും നബി ആവുക എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ നബി എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേലാണ് റസൂലുള്ളാഹിനെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, അവരോട് പറഞ്ഞു, ഞാൻ വന്ന വിവരം ആരോടും പറയരുത്, ഞാൻ വന്ന പോലെ പോയിക്കൊള്ളാം. പക്ഷെ അവർ ചെയ്തത് അതായിരുന്നില്ല. ത്വായിഫിന്റെ മണ്ണില് തെരുവ് പിള്ളേരെ വിളിച്ച് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എറിഞ്ഞോടിക്കാൻ, കൂക്കി വിളിക്കാൻ, ആർപ്പ് വിളിക്കാൻ അവർ ശട്ടം കെട്ടി കൂലി കൊടുത്ത് പറഞ്ഞു വിട്ടു. പിള്ളേര് മുഴുവൻ പിറകെ നടന്ന് തെറി വിളിച്ചുകൊണ്ട് കല്ലെടുത്തെറിഞ്ഞു. ആ ശരീരത്തിൽ നിന്ന് നിണമൊഴുകിക്കൊണ്ട് ഉത്ബയുടെ ശൈബയുടെ മുന്തിരിത്തോട്ടത്തിനകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് വിശ്രമിക്കുമ്പോ മലക്കുൽ ജിബാൽ, പർവ്വതങ്ങളുടെ കാവൽക്കാരനായ മലക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, മക്കയിലെ ഹറമിന്റെ നേരെ ബാക്കിൽ ഉയർന്നു നിൽക്കുന്ന 2 മലകളാ ജബൽ ഖുവൈഖിയാൻ, അത് പറിച്ചെടുത്ത് തായിഫുകാരുടെ നേരെ ഞാൻ മറിച്ചിടട്ടെ എന്ന് ചോദിച്ചപ്പോ, വേണ്ട, അവരിൽ നിന്നൊരു നല്ല സമൂഹം ഉണ്ടായിത്തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നടക്കുന്നത് മക്ക ഫതഹായതിനു ശേഷം പ്രവാചകൻ മദീനയിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ തായിഫിൽ നിറഞ്ഞു നിന്നിരുന്ന ബനു സഖീഫ് ഗോത്രങ്ങളൊന്നാകെ ഇസ്ലാമിലേക്ക് വരുന്ന ഒരു രംഗമുണ്ടായിരുന്നു. തന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ആളുകളോട് ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ, കാരുണ്യത്തോടെ വർത്തിച്ചവനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനിച്ചു വളർന്ന നാട്ടിൽ നിൽക്കാൻ കഴിയാതെ അട്ടിയോടിച്ചു വിട്ട ആ മക്കക്കാർ, മദീനയിൽ അവർ ജീവിക്കാൻ സാധിക്കാതെ ബദർ ഉഹുദ് നടത്തിയ ആളുകൾ, ഉഹുദിൽ ഒരു ഘട്ടത്തിൽ വിജയം അവരുടെ സമീപത്തുകൂടി കടന്നു ചെന്നപ്പോൾ അവരുടെ കൈകൾ കിട്ടിയ ഹംസ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള, മിസ്അബ് ബിൻ ഉമൈർ ഉൾപ്പെടെയുള്ള, അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് ഉൾപ്പെടെയുള്ള മഹാന്മാരായ സ്വഹാബത്തിന്റെ കണ്ണും മൂക്കും കാതും അരിഞ്ഞെടുത്ത ആളുകൾ മക്കയുടെ ഫതഹിന്റെ നാളിൽ തന്റെ മുൻപിലേക്ക് കടന്നു വന്നപ്പോ, നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്, നിങ്ങൾ പോയിക്കോളീൻ, ഒരാളോട് പോലും പ്രതിക്രിയ ചെയ്യാനുള്ള സർവ്വവിധ സ്വാധീനവും ഡബിൾ എഞ്ചിന്റെയും ട്രിപ്പിൾ എഞ്ചിന്റെ ഒക്കെ അപ്പുറത്തേക്ക് ഏതെങ്കിലും എഞ്ചിൻ ഉണ്ടെങ്കിൽ അവ മുഴുവൻ സ്വായത്തമാക്കിയിരുന്ന ഒരു ദിവസം, മക്ക രാജ്യം തന്റെ കാൽ കീഴിലേക്ക് വന്ന ദിവസം, നിങ്ങളെല്ലാം സ്വതന്ത്രരാണെന്ന് പറഞ്ഞു വിട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ച് പിളർത്തിയ ആ ഹിന്ദ് തന്റെ മുമ്പിലേക്ക് വന്നപ്പോ അവർക്ക് പോലും തിരിച്ചു പോകാൻ സ്വാതന്ത്ര്യം കൊടുത്ത ഒരു പ്രവാചകൻ. അത് ആ കാരുണ്യത്തിന് ഖസായിസിൽ പെട്ടതാ. അതാ പ്രവാചകന്റെ വ്യക്തിത്വത്തിൽപ്പെട്ടത്. മൂസാ നബി പണ്ടൊരാളെ കൊന്നിട്ടുണ്ട്, ദേഷ്യം വന്ന് കൊന്നു കൊടുത്തതാ. അങ്ങനത്തെ നബിമാരെ പരസ്പരം കമ്പയർ ചെയ്തുകൊണ്ടുള്ള ചില ചരിത്ര പഠനങ്ങൾ കാണാൻ സാധിക്കും.
ഓരോ നബിമാരുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ സംഭവിച്ചു. പല നബിമാരുടെയും ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങളും പോരായ്മകളും അവയൊക്കെ പരിഹരിച്ചുകൊണ്ട് തിരുത്തിക്കൊണ്ടുള്ള ജീവിത അനുഭവങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ. ആ നബിമാരെ കുറിച്ച് അള്ളാഹ് പരാമർശിച്ച പരാമർശങ്ങൾ പോലും പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ ആദം നബിയെ കുറിച്ച് അള്ളാഹ് പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു തആല ആദമിനെ പഠിപ്പിച്ചു എന്ന്. ആദമിനെ പഠിപ്പിച്ചു. ആരാ ഉസ്താദ്? ഉസ്താദ് അള്ളയാണ്. വിദ്യാർത്ഥി ആരാ? ആദമ. സൂറത്ത് ജുമഅയിൽ അള്ളാഹ് പറഞ്ഞത് റസൂലുള്ളാഹിയെ നിയോഗിച്ചു, യുഅല്ലിമുഹുൽ കിതാബ്, വേദഗ്രന്ഥം പഠിപ്പിക്കുന്നവെന്ന്. അവിടെ ഉസ്താദ് നബിയാണ്, അവിടെ വിദ്യാർത്ഥികൾ സ്വഹാബത്താ. ആദം നബിയെ വിദ്യാർത്ഥി എന്ന റോളിൽ ഖുർആൻ പരിചയപ്പെടുത്തിയപ്പോ അള്ളാന്റെ റസൂലിനെ അധ്യാപകൻ എന്ന റോളിലാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. നബിമാരുടെ മുഴുവൻ ആളുകളുടെയും ജീവിതത്തിന്റെ ഒരു തനിയാവർത്തനവും അവരിൽ എല്ലാ നബിമാരിലും ഉണ്ടായിരുന്ന ഗുണങ്ങളെല്ലാം ഒത്തിണങ്ങിയവനും നബിമാരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങളൊന്നും ജീവിതത്തിൽ സംഭവിക്കാത്ത വിധത്തിലുമുള്ള ഒരു വല്ലാത്ത വ്യക്തിത്വമായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അതുകൊണ്ട് നമുക്ക് ഉറക്കെ പറയാൻ സാധിക്കണം, ഞാൻ ആ പ്രവാചകനെ സ്നേഹിക്കുന്നു. അത് പറയുമ്പോ ആര് എന്ത് കേസോ മറ്റു പ്രശ്നങ്ങളുമായി വന്നാലും നെഞ്ച് വിരിച്ച് നട്ടലിൽ നിവർന്ന് നിൽക്കാനുള്ള ഒരു ഈമാനികമായ തന്റേടം നമ്മൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ സ്നേഹിച്ച്, പ്രവാചകനെ സ്നേഹിച്ച്, ഇസ്ലാമിനെ സ്നേഹിച്ച് അതിന്റെ മുൻപിലുള്ള തടസ്സങ്ങളെ മുഴുവൻ തരണം ചെയ്തുകൊണ്ട് തന്റെ ഇടത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് റബ്ബ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه كما ربنا ويرضاه والصلاة والسلام الأتمان الأكملان خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين أما بعد يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. സഹോദരങ്ങളെ, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയും ഒരൊറ്റ പോയിന്റ് കൂടി ആ കൂട്ടത്തിലേക്ക് ചേർത്തി വെക്കുന്നു. ഒരുപാട് നബിമാർ, 1,40,000 വരുന്ന 1.5 ലക്ഷത്തോളം അടുക്ക വരുന്ന അമ്പിയാക്കന്മാരുണ്ടായി. 300 ചില്ലാനം റസൂലുമാർ. റസൂല് വേറെയാണ്, നബിയുടെക്കാളും കുറച്ച് ഉയർന്ന പദവിയാണ് റസൂൽ. 300 ചില്ലാനം റസൂലുമാരുണ്ടായി. ഈ നബിമാരൊക്കെ ഈ ഭൂമിയിലൂടെ ഒരുപാട് നടന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി കുറെ നടന്നിട്ടുണ്ട്, റസൂലുള്ള കുറെ നടന്നിട്ടുണ്ട്. മക്കയുടെയും മദീനയുടെയും തബൂക്കിന്റെയും ത്വായിഫിന്റെ ഒക്കെ സൗദി അറേബ്യയുടെ ഭൂപ്രദേശത്തുകൂടി പ്രവാചകൻ നടന്നു. എല്ലാ നബിമാരും നടന്നിട്ടുണ്ട്. എല്ലാ നബിമാരും മക്കയിൽ വന്നു പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ചരിത്രം. എന്നാൽ തന്റെ കാൽപ്പാടുകൾ വെച്ച, നിരന്തരമായി പതിപ്പിച്ച ഭൂമിയിലെ ഒരു ഇടമുണ്ട്. അതിനാണ് റൗള എന്ന് പറയുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, അബ്ദുല്ലാഹിബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ്, മാ ബൈന ബൈതി വ മിംബരി, മാ ബൈന ബൈതി വ മിംബരി, എന്റെ ബൈത്തിന്റെ, എന്റെ മിമ്പറിന്റെ ഇടയിലുള്ള ഭാഗം റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, അത് സ്വർഗത്തിലെ പൂന്തോപ്പുകളിൽ ഒരു പൂന്തോപ്പാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളി ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അതിന്റെ വലതു ഭാഗത്ത് അവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു. ആ ഡോർ നേരെ റസൂലുള്ളാഹിന്റെ ഹുജറന്റെ ഉള്ളിൽ. ആ ഡോർ ഇറങ്ങി റസൂലുള്ളാഹി വരുന്നു കണ്ടാൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഇഖാമത്ത് വിളിക്കും. നിസ്കാരം കഴിഞ്ഞാൽ ഇമാം അവിടെ ഇരുന്നിട്ട് മൗമൂമിനോട് ദുആ ചെയ്ത് മൗമൂമിങ്ങൾ ആമീൻ പറയുന്ന ഒരു സിസ്റ്റം ഇസ്ലാമിലില്ല. റസൂലുള്ളാഹി സലാം വീട്ടി അല്ലാഹുമ്മ അൻത സലാം മിൻക സലാം തബാറക യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി അവിടുന്ന് എഴുന്നേറ്റ് തന്റെ ഹുജറയിലേക്ക് പോയിട്ട് ആ ഹുജറയുടെ മുറ്റത്ത് നിന്നുകൊണ്ട് പ്രവാചകൻ റവാത്തിബ് സുന്നത്തുകൾ നമസ്കരിച്ചു. 5 നേരം നിസ്കാരത്തിന് വേണ്ടി പ്രവാചകൻ നടന്നു പോയ വഴി. തന്റെ ഹുജറയിൽ ഇരിക്കുമ്പോൾ ഒരു വഹി കിട്ടിയാൽ ആ വഹിയുമായി മിമ്പറിന്റെ പടിയിലേക്ക് റസൂലുള്ളാഹി കടന്നു വന്ന മിമ്പറിന്റെ പടിയിൽ അവിടെ ഇരിക്കും. അവിടെ പള്ളിയിൽ ആരാ ഉള്ളത് അവർക്ക് ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുക്കും. അവിടെ കുതാബുൽ വഹി രേഖപ്പെടുത്തുന്ന ആരാണെങ്കിൽ അവരെ വിളിച്ചത് ഇന്ന സൂറത്തിൽ ഇന്ന ആയത്തിന്റെ ഇന്ന ഭാഗത്ത് രേഖപ്പെടുത്തണം എന്ന് അവരോട് നിർദ്ദേശിച്ച് വഹിയുമായി, ഇസ്ലാമിന്റെ ഖുർആനിന്റെ സന്ദേശവുമായി നമസ്കാരത്തിന് വേണ്ടി ഒക്കെ പ്രവാചകൻ നടന്നുപോയ ആ ഒരു ഭാഗം, അത് അവിടുന്ന് എടുത്ത് അത് സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുമെന്ന 10,000-കണക്കിന് നബിമാര് ഭൂമിയിലൂടെ നടന്ന് റസൂലുള്ളാഹിയുടെ കാല് പതിഞ്ഞ പ്രത്യേകമായ ആ സവിശേഷമായ ഭൂമിക മാത്രം മദീനത്ത് പോകുന്ന ആളുകൾ
അവിടെ ആ ഭാഗത്ത് വെച്ച് നമസ്കരിക്കാനും പ്രത്യേകം ദുആ ചെയ്യാനും ശ്രദ്ധിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ പരിഗണനകൾ ഉണ്ട് എന്ന് സ്വർഗത്തിലെ ഒരു ഭാഗമാണ് ആ ഭാഗം. ഭൂമിയിൽ നിന്ന് ആ ഭാഗം കാണാനുള്ള അവസരം ഉണ്ടായ ആളുകളുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് എനിക്ക് എന്റെ സഹോദരങ്ങളോട് വസിയത്ത് നൽകാനുള്ളത്, മുഹമ്മദ് നബിയുടെ ജീവചരിത്രം ഒന്ന് നന്നായി പഠിക്കും, നന്നായി വായിച്ച് ഓരോ വായനയിൽ നിന്നും ഓരോ പുതിയ പാഠങ്ങൾ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, അത് എങ്ങനെയാണോ ആയിരുന്നുവോ നബി അങ്ങനെ നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഈ സമൂഹത്തിൽ ഇസ്ലാം വായോണ്ട് പറയാതെ തന്നെ ജീവിതം കൊണ്ട് പ്രകടമായിട്ട് അത് ആളുകൾക്ക് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ഖുലുഖുൽ ഖുർആൻ, അള്ളാന്റെ റസൂലിന്റെ സ്വഭാവം എന്ന് പറഞ്ഞത് ഖുർആൻ ആയിരുന്നുവെന്ന്. അതുകൊണ്ട് ഖുർആനിൽ നിന്ന്, ഹദീസുകളിൽ നിന്ന് പ്രവാചകനെ പഠിച്ചെടുത്തുകൊണ്ട് ആ പ്രവാചക അധ്യാപനങ്ങളെ പൂർണ്ണമായി പ്രവാചകനെ സ്നേഹിക്കുന്ന ആളുകളായി കൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവും. ഒരുപാട് ആളുകൾ, രോഗികളായ ആളുകൾക്ക് വേണ്ടി ദുആക്ക് വേണ്ടി മദ്രസയിലെ ടീച്ചർമാര്, അവരുടെ അടുത്ത ബന്ധുക്കളായ ആളുകൾ, പള്ളി കമ്മിറ്റിയുള്ള ആളുകൾ, കുറേ ആളുകൾ രോഗത്തിന്റെ പേരൊന്ന് പുറത്തേക്ക് പറയാൻ പോലും പ്രയാസമുള്ള അത്രമാത്രം മാരകവും ഭീകരവും ഭയപ്പാടൊക്കെ ഉണ്ടാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഭയപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാണ്. രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫായിനെ പ്രദാനം ചെയ്യുമാറാണ്. നമ്മുടെ പള്ളിക്ക് ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് സ്വതക്ക നൽകാൻ വേണ്ടി ഒരു ഉമ്മ അവിടെ വന്നിരുന്നു. അവരുടെ കുട്ടി, നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതാനും മാസങ്ങൾക്ക് മുൻപ് മറ്റൊരു സംസ്ഥാനത്ത് വെച്ച് ഒരു ആക്സിഡന്റിൽ മരണപ്പെടുന്നുണ്ട്. കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഉമ്മ ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നു മോനെ ബർസഖി ജീവിതം അല്ലാഹു ധന്യമാക്കി കൊടുക്കുമാറാവും. പാപങ്ങളൊക്കെ പുറത്ത് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവും. പള്ളിക്ക് വേണ്ടി മുമ്പിലിരിക്കുന്ന എല്ലാവരും ദാനധർമ്മങ്ങൾ നിർവഹിച്ച ആളുകളാണ്. എല്ലാവരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവും. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു നൽകുമാറാവും. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ സമ്മേളനം ഒരു വരും തലമുറ ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു നല്ല തലമുറ ഉണ്ടായിത്തീരേണ്ടത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ള പ്രൊഫഷണൽ കലാലയങ്ങൾ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും അടുത്ത ശനിയും ഞായറും മംഗലാപുരത്ത് നടക്കുന്ന സമ്മേളനത്തിൽ എത്തിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് അവിടെ രജിസ്ട്രേഷൻ സംവിധാനമുണ്ട്. ആ പ്രസ്തുത സമ്മേളനത്തിന് വേണ്ടിയുള്ള കളക്ഷനാണ് ഇന്ന് എടുക്കുന്നത്. നമ്മൾ സാധാരണ വെള്ളിയാഴ്ച കളക്ഷൻ എടുക്കാനുള്ള പള്ളിയുടെ ആവശ്യത്തിന് ആ പ്രോഗ്രാമിന് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ട് ഒരു ജാരിയായ സ്വതക്കയാണ് എന്നൊരു തിരിച്ചറിവുണ്ടാവും. ക്യാമ്പസുകൾ പഠിക്കുന്ന കുട്ടികൾ നല്ല കുട്ടികളാകാതെ പുറത്തേക്ക് വന്നാൽ നമുക്ക് നമ്മുടെ പെരയിലും നാട്ടിലും ജീവിക്കാൻ പറ്റാത്ത ക്രിമിനലുകൾ പുറത്തിറങ്ങിയാൽ ഉണ്ടാകാവുന്നൊരവസ്ഥ. അതുകൊണ്ട് അവർക്ക് ദീനിയായ വിജ്ഞാനം കൈമാറാനുള്ള ഒരു ജാരിയായ പ്രവർത്തനമാണ് എന്ന തിരിച്ചറിവോടുകൂടി മുഴുവൻ ആളുകളുടെയും ഒരു കയ്യൊപ്പ് ആ മേഖലയിൽ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നാം ചെലവഴിക്കുന്ന ചെറുതും വലുതുമായ മുഴുവൻ ദാനധർമ്മങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم ادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وصلى الله على محمد وسلم والحمد لله رب العالمين.